9-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 8 മണിക്ക് തൃപ്പയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ അഭിഷേക കാവടി രാവിലെ 11 മണിക്ക് ക്ഷേത്രത്തിലെത്തി അഭിഷേകം. രാത്രി 9 മണിക്ക് പഞ്ചവാദ്യം, ശിങ്കാരിമേളം തുടങ്ങി വിവിധ വാദ്യമേളങ്ങളോടെ ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ 1-ാം ദിവസത്തെ പ്രൗഢഗംഭീരമായ പുറത്തേക്കെഴുന്നള്ളിപ്പ്. കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു. ചേറ്റുവ പാലത്തിലെ വൈദ്യുതി വിളക്കുകൾ പ്രകാശിക്കാതെയായിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും നടപടി സ്വീകരിക്കാതെ അധികൃതർ. ചേറ്റുവ പാലത്തിലൂടെ കടന്നുപോകുന്ന വാഹനയാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തുക, പാലത്തിലെ വൈദ്യുതി വിളക്കുകൾ പ്രകാശിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് സാമൂഹ്യ പ്രവർത്തകൻ ലത്തീഫ് കെട്ടുമൽ പാലത്തിൽ ചൂട്ടുകത്തിച്ച് പ്രതിഷേധിച്ചിരുന്നു. കൂടാതെ നടപടി ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്കും പരാതി നൽകി. തുടർന്ന് കളക്ടർ ദേശീയപാത നിർമ്മാണ കമ്പനിക്ക് പാലത്തിലെ വൈദ്യുതി വിളക്കുകൾ അടിയന്തരമായി പ്രകാശിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് നോട്ടീസ് അയക്കുകയും ചെയ്തു. അടുത്ത ദിവസം തന്നെ പാലത്തിലെ വഴിവിളക്കുകൾ പ്രകാശിച്ചു. പക്ഷേ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് പാലത്തിൽ ലൈറ്റുകൾ പ്രകാശിച്ചത്. ശേഷം പാലത്തിലെ വൈദ്യുതി വിളക്കുകളും തൂണുകളും ചേറ്റുവ പാലത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമായി. ഇരുട്ടിൻ്റെ മറവിൽ മാലിന്യം പുഴയിലേക്ക് വലിച്ചെറിയുന്നതും പതിവാണ്. പാലത്തിലൂടെ രാത്രി സമയങ്ങളിൽ കടന്നുപോകുന്ന കാൽനടയാത്രക്കാർക്കും വാഹനങ്ങൾക്കും പാലത്തിലെ ഇരുട്ട് ഭീഷണിയാണ്. ചേറ്റുവ പാലത്തിൽ പല ഭാഗങ്ങളിലെ കുഴികളും പുതിയ പാലത്തിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ച് ബാക്കി വന്ന കോൺക്രീറ്റ് അവശിഷ്ടങ്ങളും പാലത്തിൽ കിടക്കുന്നത് അപകട ഭീഷണിയാകുന്നുണ്ട്. പാലത്തിലെ അപാകതകൾ പരിഹരിക്കാതെ വന്നാൽ ഇനി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് പൊതുപ്രവർത്തകനായ ലത്തീഫ് കെട്ടുമൽ.